തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തും. സംഭവത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കർശന നടപടി കൈക്കൊള്ളാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സെക്രട്ടറി, മന്ത്രി, വിദ്യാഭ്യാസ ഡയറക്ടർ തുടങ്ങിയവരുടെ ഉന്നതതല യോഗം ഇന്ന് രാവിലെ മന്ത്രിയുടെ ചേംബറിൽ ചേർന്നിരുന്നു. ഇക്കാര്യത്തിൽ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്പെട്ടത് കേരളത്തിൻ്റെ ഒരു മകനെയാണ്. ആ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടികൾ സ്വീകരിക്കുക. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് 2025 മെയ് മാസം 13 വിശദമായ ഒരു സർക്കുലർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറപ്പെടുവിക്കുകയുണ്ടായി. 2025-26 അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് നിർദ്ദേശങ്ങളായിരുന്നു ആ സർക്കുലറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 1ാം തലക്കെട്ട് സ്കൂൾ സുരക്ഷ എന്നായിരുന്നു. ഇതിലെ 9ാമത്തെ നിർദ്ദേശം ഞാൻ നിങ്ങളെല്ലാം വായിക്കാവുന്നു. സ്കൂളുകളിലേക്കുള്ള വഴി, സ്കൂൾ പരിസരം, കോമ്പൗണ്ട് എന്നിവിടങ്ങളിൽ ഉള്ള വൈദ്യുത പോസ്റ്റ്, ഇലക്ട്രിക് ലൈൻ, സ്റ്റേ വയർ, സുരക്ഷാ വേലികൾ ഇല്ലാതെയുള്ള ട്രാൻസ്ഫോർമറുകൾ മുതലായവ അപകടകരമാംവിധം കാണുകയാണെങ്കിൽ ബന്ധപ്പെട്ട KICB അധികൃതരെ അറിയിക്കേണ്ടതും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ഒരു പ്രാവശ്യം ചെന്ന് KICBയിൽ അപേക്ഷ കൊടുത്ത് പരിഹാരം കണ്ടില്ല, അല്ലെങ്കിൽ 2 പ്രാവശ്യം കണ്ടില്ല, പരിഹാരം കാണുന്നവരെ പോകണം. അത് അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അല്ലെങ്കിൽ അവർ തൊട്ട് മുകളിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ് ഏറ്റവും അവസാനം മന്ത്രി വരെയുണ്ട്, അവരെ അറിയിക്കേണ്ടതാണ്. അതല്ല ഒരു പ്രാവശ്യം ഒരു പേപ്പർ അവിടെ കൊണ്ടെഴുതി അവിടെ ആ ഫെസിലിറ്റിക്ക് ആരെങ്കിലും കൊടുത്തിട്ട് പോന്നിട്ട് അതല്ല നമ്മൾ ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. ഈ സർക്കാർ എല്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാരുടെയും ഡയറ്റ് പ്രിൻസിപ്പൽമാരെയും RDD-മാരെയും AD-മാരെയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരെയും SSK ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്റർമാരെയും ജില്ലാ പ്രോജക്റ്റ് ഓഫീസർമാരെയും കൈറ്റ് ജില്ലാ കോർഡിനേറ്റർമാരെയും വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർമാരുടെ എല്ലാ പ്രധാന അധ്യാപകരെയും എല്ലാ പ്രിൻസിപ്പൽമാരെയും പറയുന്നത്. ഇതുകൂടാതെ നാം അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്കറിയാവുന്നതാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഈ സുരക്ഷാ സംവിധാനത്തെ സംബന്ധിച്ചുള്ള യോഗം ചേർന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അതായത് ഈ സ്കൂൾ തുറക്കുന്ന അവസരത്തിൽ ഓരോ റൂമും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ മുറിക്കകത്തുള്ള ചെറിയ കുഴികളും ഗുഹകളും അതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ ഇഴജന്തുക്കളടക്കം കയറിയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതടക്കം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അത്ര 14,000 സ്കൂളുകളുണ്ട് കേരളത്തിൽ. ചെറിയ വ്യത്യാസം വന്നേക്കുവേ. അവിടെ ഈ സ്കൂൾ തുറന്ന് ഇത്രയും ദിവസമായിട്ട് കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഒരു പ്രശ്നമില്ലല്ലോ. നമ്മൾ അത്ര ജാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. ഒരു വിഭാഗം ഈ ഉത്തരവാദിത്തമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെ ആരെവിടെ തീരുമാനിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾക്ക് ശമ്പളം കിട്ടും എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. അത് ഗവൺമെൻറ്റിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല.
സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്ക പ്രവർത്തനങ്ങൾക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ പ്രാധാന്യം ഈ സർക്കുലർ വ്യക്തമാക്കുന്നു. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ അധ്യാപക സമൂഹം അവർ നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് ഇകഴ്ത്തി കാണിക്കാനും പാടില്ല. ഇന്ന് ഇന്ത്യയിൽ നമുക്ക് അക്കാഡമിക് കാര്യങ്ങളിൽ നമ്മൾ 2ാം സ്ഥാനത്തേക്ക് വന്നു. അതിൽ അധ്യാപകർ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു പോയിന്റിനാണ് പഞ്ചാബുമായിട്ട് നമ്മൾ 1ാം സ്ഥാനം നമുക്ക് നഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ജില്ല തിരിച്ചുള്ള കണക്കെടുപ്പുണ്ടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അതിൽ ആദ്യത്തെ 14 ജില്ലയും ഇന്ത്യ രാജ്യം നമ്മളാണ് വന്നത്. അപ്പം അതിലൊക്കെ തന്നെ നമ്മുടെ അധ്യാപകരുടെ ഒരു പരിശ്രമമുണ്ട്. ഇപ്പം മിനിമം മാർക്ക് സബ്ജക്റ്റ് മിനിമത്തിന് വേണ്ടി നമ്മൾ നടത്തിയ പരിശ്രമം, അവധിക്കാലത്ത് വന്ന് അവർ ക്ലാസ് എടുത്തു, 80,000 കുട്ടികളെ പഠിപ്പിച്ച ശേഷം അവർ പരീക്ഷ നടത്തി, വീണ്ടും അതിൽ കുറവൊന്നുമില്ല, വീണ്ടും പഠിപ്പിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുകയാണ്. ഇപ്പം ലഹരി വിരുദ്ധ പ്രോഗ്രാമിനെതിരായിട്ട് പല സ്കൂളുകളിലും അവർ കലാപരിപാടികൾ, സിനിമകൾ, അങ്ങനെ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അതിനൊക്കെ അഭിനന്ദിക്കുക ചെയ്യുന്നു. പക്ഷെ ആ കാര്യങ്ങളും ചെയ്തു വന്നതുകൊണ്ട് ഇതുപോലുള്ളൊരു ഗുരുതരമായ പശക് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യമല്ല. യഥാർത്ഥത്തിൽ ഇന്നലെ ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം കണ്ടപ്പോൾ ഒരു കുഞ്ഞ് ഉറങ്ങി കിടക്കുകയാണ്. അങ്ങനെയാണ് നമുക്കത് അതിനെ കാണാൻ വേണ്ടി പറ്റുള്ളൂ. ആ നിലയിലുള്ള ഞാനും വിദ്യാഭ്യാസ ഡയറക്ടറും ഉണ്ടായിരുന്നു. ഇന്നലെ സംഭവം നടന്ന ഉടനെ തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ സംഭവ സ്ഥലത്തേക്കും പോയി ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളിലും എല്ലാ മുഴുവൻ സമയം ഉണ്ടായിരുന്നു.